അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. എതുവരെ ഒളിച്ചോട്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരുന്നത് വരെ ഖിയാമത്ത് നാളെ സംഭവിക്കില്ല. ഒളിച്ചോടും, പെണ്ണുങ്ങൾ ഒളിച്ചോടും, പെണ്ണൊളിച്ചോടും, കാമുകനെ ഇഷ്ടപ്പെടും, ഉപ്പയെയും ഉമ്മയെയും അവഗണിക്കും. ആ ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് ഉണ്ടാവുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഹത്താ തഅൽ മർഅതു ഹത്താ തഅ റജുലു ഇംറഅതഹു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ അടിമപ്പെടുന്ന കാലഘട്ടം വരുന്നത് വരെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ ചൊല്ല്, ഭാര്യയുടെ വാക്ക്, ഭാര്യയുടെ കടിഞ്ഞാണിൽ, ഭാര്യയുടെ കീഴില് കഴിഞ്ഞുകൂടുന്ന, അടിമപ്പണി ചെയ്ത് കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടം വരുന്നത് വരെ ലാ തഖൂമു സ്സാഅ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, ലാ തഖൂമു സ്സാഅ ഹത്താ തുഈനൽ മർഅതു സൗജഹാ ലിത്തിജാറ, ഭർത്താവിനെ പരസ്യമായ ഒരു ഭാര്യ സൂപ്പർ മാർക്കറ്റില് സഹായിക്കുന്ന കാലഘട്ടം വരാതെ, ഷോപ്പിംഗ് മാളുകളിൽ സഹായിക്കുന്ന കാലഘട്ടം വരാതെ, പീടികയിൽ തന്റെ ഭർത്താവിന്റെ പീടികയിൽ ഭാര്യമാരും കൂടെ ഇറങ്ങി പരസ്യമായി കച്ചവടം ചെയ്യുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. അന്ന് മാളുകൾ അധികരിക്കും, അന്ന് കച്ചവടങ്ങൾ അധികരിക്കും. ആണുങ്ങൾ പെണ്ണിന്റെ കോലം കെട്ടും, പെണ്ണുങ്ങൾ ആണിന്റെ കോലം കെട്ടും. പരസ്യമായി അവർ കച്ചവടത്തിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങും. കട കമ്പോളങ്ങൾ അവരുടെ കൈകളിലായിരിക്കും, അവരാണ് ആ കുത്തകകൾ, അവരുടെ കൈകളിലായിരിക്കും ഷോപ്പിംഗ് മാളുകൾ, അവരാണ് ജനങ്ങളെ മാടി വിളിക്കുക, അവരാണ് കച്ചവടം ചെയ്യുക. ഭർത്താവിനെ അടക്കമുള്ളവരെ കച്ചവടം ചെയ്യുന്ന ഒരു കാലഘട്ടം സഹോദരിമാരെ എന്റെ ഉമ്മത്ത് കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. കോളേജ് കുമാരന്മാരുടെ പിന്നിലിരുന്ന് ബൈക്കുകളിൽ പെണ്ണുങ്ങൾ കെട്ടിപ്പിടിച്ച് യാത്ര ചെയ്യുന്ന കാലഘട്ടം വരാതെ അല്ലാഹുവിന്റെ റസൂല് വ്യംഗ്യമായ മറ്റൊരു ഹദീസിലൂടെ പറയുകയാണ്, സ്ത്രീകൾ അവരുടെ മുഖ്യ അവയവങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പരസ്യമായി അവർ ബൈക്കിലൂടെ, വാഹനത്തിലൂടെ യാത്ര ചെയ്യുന്ന കാലഘട്ടം വരാതെ, ഒരു പെണ്ണും ആണും ഇഴുകിച്ചേർന്നുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന കാലഘട്ടം വരാതെ, അവരെ രണ്ടുപേരും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും തന്റെ ജീവിതത്തിന്റെ ഇണയും തുണയും സഖിയുമാക്കുന്ന കാലഘട്ടം വരാതെ, ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു സമുദായത്തിലെ ഒരാണിനെ സ്നേഹിക്കുമ്പോ 12 വർഷം 20 വർഷം 22 വർഷം തന്റെ വാപ്പ തന്റെ ഉമ്മ അവൾക്ക് അഭയം നൽകിയത് വെറുതെയായി പോയില്ലേ? അവളെ പഠിപ്പിച്ചത് വെറുതെയായി പോയില്ലേ? കോടിക്കണക്കിന് രൂപകൾ, ലക്ഷക്കണക്കിന് രൂപകൾ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് തന്റെ മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദൂരങ്ങളിലേക്ക് തന്റെ മാതാപിതാക്കൾ അവളെ വിശ്വസിച്ചയച്ചില്ലേ? എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ ഉപ്പയെ നീ വഞ്ചിക്കുകയല്ലേ? നിന്റെ ഉമ്മയെ നീ വഞ്ചിക്കുകയല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ വഞ്ചിക്കുകയല്ലേ? അല്ലാഹുവിനെ വഞ്ചിക്കുകയല്ലേ? നിന്നെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചുകൊണ്ടല്ലേ എന്റെ പൊന്നുമോളെ നിന്നെ നിന്റെ ഉപ്പ വിദൂരങ്ങളിലെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചത്? എന്തേ നീ മറ്റുള്ളവനുമായി ചങ്ങാത്തം സ്ഥാപിച്ചു? എന്തേ നീ ഇസ്ലാമിന്റെ നിയമങ്ങളെ കരിവാരി തേച്ചു? എന്തേ നീ സുജൂദ് ചെയ്ത നിന്റെ നെറ്റിത്തടം മറ്റുള്ളവന്റെ മുന്നിലേക്ക് സമർപ്പിച്ചത്? നിന്റെ രഹസ്യ അവയവങ്ങൾ എന്തിനാണ് നീ പോസ്റ്റ് ചെയ്തത്? അതെന്തിനാണ് മറ്റുള്ളവർക്ക് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചത്? എന്തിനാണ് നിന്റെ മാരടം അവന്റെ മുന്നിൽ തുറന്നു കൊടുത്തത്? എന്തിനാണ് നിന്റെ ചിൻചുണ്ട് അവന്റെ മുൻചുണ്ടുമായി ചേർത്തിളക്കിയത്? എന്തിനാണ് പെങ്ങളെ അവനോടൊപ്പം നീ കെട്ടിപ്പിടിച്ചിരുന്ന് യാത്ര ചെയ്തത്? ഇത് നിന്റെ ഒപ്പ കാണുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് നീ രഹസ്യമായത് ചെയ്യുകയാണെങ്കിൽ നിന്റെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കാനുണ്ട് മലക്കുകളെ അല്ലാഹു നിയോഗിച്ചിട്ടില്ലേ? നീ രഹസ്യമായി ചെയ്യുന്നത്, നീ പരസ്യമായി ചെയ്യുന്നത്, നീ ഇരുട്ടത്ത് ചെയ്യുന്നത്, നീ വെളിച്ചത്ത് ചെയ്യുന്നത്, നീ ഹോസ്റ്റലിൽ ചെയ്യുന്നത്, നീ വാഹനത്തിൽ ചെയ്യുന്നത്, ഒരുപക്ഷെ നീ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം നിനക്ക് അപകടം സംഭവിക്കുക, നിന്റെ ജീവന് ഹാനി സംഭവിക്കുക. വ്യവസ്ഥയായ അവസ്ഥയിൽ ലോകത്ത് നീ ഇവിടെ പറയേണ്ടി വന്നില്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ ദുബായിൽ നടന്ന ഒരു ആക്സിഡന്റ് നിങ്ങളുടെ വാട്സപ്പിലൂടെ നിങ്ങൾ കണ്ടു കാണും, ഫേസ്ബുക്കിലൂടെ നിങ്ങൾ കണ്ടു കാണും. അവിടെയുള്ള കുറെ സുഹൃത്തുക്കൾ ഈ പ്രഭാഷകൻ എന്ന നിലയിൽ ഈ പാവപ്പെട്ടവന്റെ ഫേസ്ബുക്കിലേക്ക് അയച്ചു തരികയാണ് ചെയ്തത്. എന്തിനാണ് ഉസ്താദേ? ഞാൻ അവരോട് എനിക്ക് മനസ്സിൽ
മനസ്സിലാകാതെ ഫോൺ വിളിച്ചു ചോദിച്ചു, എന്തേ ഇതിന്റെ ആശയം? വിവസ്ത്രയായ ഒരു പെണ്ണ് കേവലം അടിവസ്ത്രമൊന്നുമില്ലാതെ 2-3 പുരുഷന്മാരുമായി പൊളിഞ്ഞ കാറിന്റെ ഉള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. എന്താണ് ഇതിന്റെ വിവക്ഷയെന്ന് ഞാനൊന്ന് വിളിച്ചു ചോദിച്ചപ്പോ, ദുബായിൽ നടന്ന സംഭവമാണ് ഉസ്താദേ. കഴിഞ്ഞ രാത്രിയിൽ അവർ വാഹനത്തിൽ വ്യഭിചരിക്കുകയായിരുന്നു. ആ വ്യഭിചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വാഹനം ആക്സിഡന്റ് ആവുകയുണ്ടായി. 6 പേരുണ്ടായിരുന്നു, 3 പേര് ചത്തുപോയി. ബാക്കിയുള്ള 3 പേരുടെ ഫോട്ടോയാണ്. ഒരു പെണ്ണിനെ മറ്റുള്ളവരുമായി ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്രായീലിന്റെ വിളിയാണ്. അവളെ നാണം കെട്ടില്ലേ, പരസ്യമായി നാണം കെട്ടില്ലേ? അല്ലാഹുവേ, ഞങ്ങളെ നീ ഫളീഹത്തിലാക്കല്ലേ പടച്ചവനെ, ഫളീഹത്തിലാക്കല്ലേ പടച്ചവനെ. തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ പടച്ചവനെ. നല്ല അവസ്ഥയിലല്ലാതെ കണ്ട റൂഹങ്ങളാണ് നമ്മുടെ മലക്കുൽ മൗത്ത് വന്ന് പിടിച്ചാൽ ദുനിയാവ് നമുക്ക് നഷ്ടമാണ് മക്കളെ, ആഖിറം നമുക്ക് നഷ്ടമാണ് മക്കളെ. ആ പെണ്ണിന് മരിക്കുന്നത് വരെ അപമാനമല്ലേ? ആ നെറ്റിൽ നിന്ന് ആ ഫോട്ടോ ഡിലീറ്റ് ആകുന്നത് വരെ ആരെല്ലാം അത് കാണുന്നുവോ അവൾ ശപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവൾ ശപിക്കപ്പെട്ടവരായി മാറിയില്ലേ? എത്രയെത്ര സംഭവങ്ങളാണ്, എണ്ണിയാൽ തീരാത്ത സംഭവങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് ആ പെണ്ണിനെ പരസ്യമായി ഒറ്റയ്ക്ക് വീടിന്റെ മട്ടുപ്പാവിൽ താമസിപ്പിക്കല്ലേ, അവളെ കണ്ണെത്താ ദൂരത്ത് പഠിപ്പിക്കാൻ അയക്കരുത്, അവൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നൽകരുത്. അല്ലാഹുവിന്റെ റസൂലത്ത് തെറ്റുപറ്റിയിട്ടില്ല, പ്രവാചകന്റെ പുലരുന്ന പ്രവചനമാണ്. വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ, അമിതമായ വിദ്യ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കരുത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹിജാസിന്റെ മണ്ണിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ 21ാം നൂറ്റാണ്ടിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് നടത്തിയ പ്രഭാഷണമാണ്. ഇന്ന് നിങ്ങൾ ഒളിച്ചോടുന്നത് കൊണ്ടാണ്, ഇന്ന് നിങ്ങൾ അന്യ സമുദായത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, ഇന്ന് നിങ്ങളുടെ ഉപ്പമാരെ ഉമ്മമാരെ വഞ്ചിക്കുന്നത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മാതാപിതാക്കളെ നിങ്ങളോട് ഉപദേശം നൽകിയത്. വലാ തുസ്കിലുൻ നിസാഅ ഖുറഫാ, പെണ്ണിനെ ഒറ്റയ്ക്ക് മുറിയിലാക്കിയിട്ട് വാതിന് വരരുത്. പ്രായപൂർത്തിയെത്തിയ പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഉമ്മമാരെ ഉപ്പമാരെ വാതിന് വരരുത്. ഈ പരിശുദ്ധമായ വാതിന് വന്നാൽ പോലും ആ പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ടല്ലാതെ വാതിന് വരരുത്. മാതാപിതാക്കളെ, പെൺമക്കൾ നിങ്ങളോട് തലവേദന എന്ന് പറഞ്ഞു കിടക്കും, വയറുവേദന എന്ന് പറഞ്ഞു കിടക്കും, എനിക്ക് ഉറക്കം വരുന്നു ഉമ്മ എന്ന് പറയും, പഠിക്കാനുണ്ട് ഉമ്മ എന്ന് പറയും, പരീക്ഷയാണ് ഉമ്മ, ഒരുപാട് കാര്യങ്ങൾ എഴുതാനും വായിക്കാനും ഉണ്ടെന്ന് പറയും. ഇത് നിങ്ങളെ കബളിപ്പിക്കലാണ്. നിങ്ങൾ രഹസ്യമായി ഒന്ന് അന്വേഷിച്ചു നോക്ക്. അവള് ചാറ്റ് ചെയ്യുകയാണ്, അവളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവളെ കമ്പ്യൂട്ടറിന്റെ മൗസിലൂടെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തുള്ള ബന്ധമല്ല, അവൾക്ക് മറുലോകവുമായുള്ള ബന്ധമാണ്. നിങ്ങൾ അറിയാത്ത തരത്തിലുള്ള ബന്ധമാണ്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല പൊന്നു പെങ്ങന്മാരെ, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല ഉപ്പമാരെ ഉമ്മമാരെ. 12 മെഗാപിക്സൽ മൊബൈൽ വാങ്ങി കൈകളിൽ കൊടുക്കുകയാണ്. അവളുടെ കൈകളിൽ എടുക്കാൻ പറ്റാത്ത മൊബൈൽ അവളുടെ കൈകളിലാണ്. അതുകൊണ്ട് അവൾ കുത്തിക്കൊണ്ട് നേരം വെളുപ്പിക്കുകയാണ്. പാതിരാ സമയത്ത് ഉറക്കമില്ല. ലക്ഷക്കണക്കിന് രൂപ പരീക്ഷയ്ക്ക് വേണ്ടി ഉപ്പ ഫീസ് അടയ്ക്കുകയാണ്. അവൾ തോറ്റുപോവുകയാണ്. ഉപ്പാന്റെ വാക്കിന് സ്ഥാനമില്ല, ഉമ്മാന്റെ വാക്കിന് സ്ഥാനമില്ല. കാമുകൻ പറയുന്നതിന് മാത്രമാണ് സ്ഥാനം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം എന്ന സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് പെണ്ണ് പറയും ഒരു കാമുകന്റെ മുഖത്ത് നോക്കി, എനിക്കെന്റെ കാമുകനെ മതി, എനിക്കെന്റെ ഉപ്പയെ വേണ്ട, എനിക്കെന്റെ ഉമ്മയെ വേണ്ട. മാതാപിതാക്കളെ അവഗണിക്കുകയും കൂട്ടുകാരനെ തന്റെ ചെന്നഞ്ചോട് ചേർത്തിണക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പുലരുന്നില്ലേ, പുലരുന്നില്ലേ. ലാ തുസാഫിറുൽ മർഅതു ഇല്ലാ വമഅഹാ ദൂ മഹ്റം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വിവാഹ ബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരു പുരുഷന്റെ കൂടെയല്ലാതെ പെണ്ണേ നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതേ, യാത്ര ചെയ്യരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് യാത്ര ചെയ്തപ്പോ അവളുടെ മാനം അവൻ ഒപ്പിയെടുക്കുകയാണ്, അവളുടെ ചാരിത്രം അവൻ പിടിഞ്ഞെടുക്കുകയാണ്. ഈ പാവപ്പെട്ടവളോ അതിന് അടിമപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പുലർന്നുകൊണ്ടിരിക്കുന്ന സത്യമാണ്. അങ്ങനെ പരസ്യമായി ഒരു ചുംബനം നടക്കുകയും പരസ്യമായി വ്യഭിചാരം നടക്കുകയും ചെയ്യുമ്പോ ഒരാൾക്ക് പോലും എതിർക്കാൻ പറ്റൂല, പ്രതിഷേധിക്കാൻ പറ്റൂല, ഒരാൾക്ക് പോലും പ്രതികരിക്കാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പരസ്യമായ ചുംബനം കാണുമ്പോ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന വിശ്വാസികൾ പറയും,
പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാനാഞ്ചിറ മൈതാനിൽ പരസ്യമായ സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് രഹസ്യമായി എവിടെയെങ്കിലും പോയി ആയിക്കൂടെ? നിങ്ങൾ എന്തിനാണ് ഈ പരസ്യമായി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ആ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായുടെ പദവിയിൽപ്പെട്ടവരായിരിക്കുമെന്നൊക്കെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും പ്രതിഷേധിച്ചാൽ കേക്കോ? നമ്മുടെ മക്കൾ തീരുമാനിച്ചു വരുന്ന ഭർത്താവിനെ തന്നെ വാപ്പ കെട്ടിച്ചു കൊടുക്കണം, വാപ്പ സ്വീകരിച്ചു കൊടുക്കണം. അല്ല, വാപ്പാന്റെ വാക്കിന് വിലയില്ല. നിബിധങ്ങൾ പറഞ്ഞു എന്ത് കാരണം കണ്ണത്താ ദൂരത്ത് പഠിപ്പിക്കാൻ ഓളെ വിട്ട് പെണ്ണുങ്ങളൊക്കെ ഇന്ന് പഠിക്കാൻ പോയി ബിടെക് എംടെക് MC MSc ഒക്കെ എടുത്തിട്ട് എന്ത് കിട്ടി ജോലി? എത്ര പെണ്ണുങ്ങൾ ജോലിയുണ്ട്? എണ്ണി നോക്കും. ഇവിടെ പഠിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച മുസ്ലിം പെണ്ണുങ്ങൾ എത്ര പെണ്ണുങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ജോലിയുണ്ട്? എന്നാലോ ഹൈടെക് വിദ്യാഭ്യാസം. എന്താ ഇപ്പൊ പുണ്യമുള്ളത്? അവള് നല്ല നിലയിൽ സാമ്പാർ വെക്കാൻ പോലും ഒക്കെ അറിയില്ല. ആ സമയത്ത് ഉമ്മ അങ്ങനെ അടുക്കളയെ വെച്ചിട്ട് കിച്ചണിൽ നല്ല വൃത്തിയായിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ പഠിപ്പിച്ചെങ്കിൽ പാചകറാണിയായി മാറുമായിരുന്നു. ഭർത്താവിന് റാഹത്തോടെ നല്ല ഭക്ഷണം കഴിക്കായിരുന്നു. ഭർത്താവ് അധ്വാനിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോ അതുമില്ല, പഠിത്തവുമില്ല, ജോലിയില്ല, ഒന്നുമില്ല. എന്നെ പ്രസവിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ പ്രസവമായി, ഇനിയിപ്പോ ജോലി എടുത്ത് വലിയ കാര്യമില്ല, ഇനി എന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെയായി. പിന്നെ അവസാനം എന്തായി? ലേബർ റൂമിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവളങ്ങനെ വീട്ടിൽ തന്നെ കഴിയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഉപ്പ പഠിപ്പിച്ചു. എത്ര പെണ്ണുങ്ങൾക്ക് ജോലിയുണ്ട്? ചിന്തിച്ചു? അല്ലെ, ചിന്തിക്കുക. രണ്ടോണി പറഞ്ഞു പഠിക്കണം, ആവശ്യത്തിന് പഠിക്കണം. അനാവശ്യമായ പഠിത്തം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നാശത്തിലേക്കാണ്.